ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ വീടുകളിലൊക്കെയുള്ള ഒരു വസ്തുവാണ് ഈ സ്റ്റീം ഇൻഹെയിലർ, ആവി പിടിക്കുന്നതിനുള്ള ഈ ഒരു മെഷീൻ. വളരെ നിസ്സാര വിലയ്ക്ക് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റീം ഇൻഹെയിലർ. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിലും. അതുപോലെ നമ്മളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പനി, ജലദോഷം അങ്ങനെ വരുമ്പോൾ, ജലദോഷം, മൂക്കടപ്പ് ഒക്കെ വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ സ്റ്റീം ഇൻഹെയിലർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമാണ്. കാരണം നമ്മളുടെ ഈ കഫക്കെട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടുത്തെ ഇതൊക്കെ എയർ പാസേജ് കറക്റ്റായിട്ട് നടക്കുന്നതിന്, കഫമൊക്കെ നമുക്ക് തുപ്പിപ്പോകുന്നതിനൊക്കെ ഈ ഒരു വസ്തു വളരെ ഉപകാരപ്രദമാണ്. പക്ഷെ നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു മെഷീൻ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, പക്ഷെ പലരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്ത് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ പറ്റി പറയാവുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാവുന്നതാണ്. ചിലർക്ക് പല ആവശ്യങ്ങളുള്ളവർ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളത് അത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ വേറെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ മിസ്റ്റേക്സോ ഒക്കെ കുറേ പേര് ചെയ്യുന്നുണ്ട് നമ്മുടെ വീടുകളിൽ. അതുകൊണ്ടാണ് ഇത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, നമ്മുടെ ഇങ്ങനത്തെ മെഷീനിൽ വെള്ളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ എടുത്തു വച്ചിരിക്കുന്ന വെള്ളം നമ്മളിപ്പോൾ ആവി പിടിച്ചു, സ്റ്റീം നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങനെ തന്നെ ചില വീടുകളിലൊക്കെ എവിടെയെങ്കിലും കൊണ്ട് എടുത്തു വയ്ക്കും. ഇതിലത്തെ വെള്ളം കളയില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് ജലദോഷം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ആവി പിടിച്ച് കഴിഞ്ഞിട്ട് ഇത് അവിടെ അങ്ങനെ തന്നെ നമ്മൾ മൂടി അവിടെ എവിടെയെങ്കിലും വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് തുറന്ന് അങ്ങനെ അവിടെ വെക്കും. പിന്നെ അടുത്ത പ്രാവശ്യം ജലദോഷം വരുമ്പോൾ ചിലപ്പോൾ 3 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഈ ഒരു മെഷീൻ എടുത്ത് വീണ്ടും ആവി പിടിക്കുന്നത്. ആ വെള്ളം നമ്മൾ മാറ്റുകയൊന്നും ചെയ്യാതെ ആ വെള്ളം അതിൻ്റെ ഉള്ളിലിരുന്ന് കണ്ടാമിനേറ്റഡ് ആവാനും അതിൻ്റെ അകത്ത് പൂപ്പൽ പോലത്തെ ഉള്ള വസ്തുക്കളൊക്കെ ചില അവസരങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് പലരും ശ്രദ്ധിക്കില്ല. ഇപ്പോൾ ഇത് കാരണം കൊണ്ട് നമുക്ക് പിന്നെ ഇത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ വീണ്ടും ഈ വെള്ളം മാറ്റാതെ നമ്മൾ ആവി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലിനജലത്തിൽ നിന്നുള്ള ആവിയാണ് നമുക്ക് വരിക. അത് വളരെ ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അമീമിക് മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മസ്തിഷ്ക ജ്വരത്തിൻ്റെയൊക്കെ ന്യൂസ് ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മലിനജലം മൂക്കിക്ക് ചെന്നിട്ടാണ് നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. കാരണം ഇതിലത്തെ വെള്ളം നമ്മൾ മാറ്റിയില്ലെങ്കിൽ ഇത് അതിൻ്റെ ഉള്ളിലിരുന്ന് പൂപ്പൽ പിടിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം നമ്മുടെ മൂക്കിൽ ചെല്ലുമ്പോഴും ഇതുപോലെ തന്നെ നമുക്ക് അസുഖം മാറുന്നതിന് പകരം ഉപദ്രവകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരിക്കൽ ഉപയോഗിച്ച വെള്ളം പിന്നെ വീണ്ടും ഉപയോഗിക്കരുത്. ഈ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു പ്രാവശ്യം ആവി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ തുറക്കുക, ഇതിലത്തെ വെള്ളം ഇപ്പോൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ഈ വെള്ളം നേരെ കൊണ്ടുപോയിട്ട് കളയുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി അത് ഉണക്കി വയ്ക്കുക. ഈ പാത്രം നമ്മൾ വെള്ളം കളഞ്ഞതിന് ശേഷം ഉണക്കി വൃത്തിയാക്കി വയ്ക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേക്കും ഇത് ക്ലീൻ ആയിരിക്കും. അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാത്രം എടുക്കാൻ. ഇതിലുള്ള പൊടി, അഴുക്ക്, അതിൻ്റെ കൂടെ വെള്ളം നമ്മൾ എത്ര നല്ല വെള്ളം ഒഴിച്ചാലും കാര്യമില്ല. പിന്നെ നമ്മളിതിൽ ഒഴിക്കേണ്ട വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ, സാധാരണ നമ്മൾ കിണറിലത്തെ വെള്ളം ഹാർഡ് വാട്ടർ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഡയറക്റ്റ് നല്ല വെള്ളം ഉപയോഗിക്കാം. അതല്ല, ഹാർഡ് വാട്ടർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നമ്മൾ പ്യൂരിഫയറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വെള്ളം നമ്മൾ ഉപയോഗിക്കണം. ഹാർഡ് വാട്ടർ അല്ല, സാധാ നല്ല വെള്ളം ഉപയോഗിക്കണം. അത് എത്ര ഉപയോഗിക്കണം എന്ന് വെച്ചാൽ, ഏറ്റവും നല്ലത് നമ്മൾ കുടിക്കുന്ന വെള്ളം ഉപയോഗിക്കണം. അപ്പോൾ ഈ കുടിക്കുന്ന വെള്ളം നമ്മൾ എത്ര ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മാക്സിമം എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ള ഒരു അളവ് കാണും, കണ്ടോ? ഇതിൽ അതെ മാക്സിമം എന്ന് എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഈ അവിടം വരെയാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അത് തീരെ കുറയാനും പാടില്ല, ഒരുപാട് അതിനേക്കാൾ മുകളിലും പോകാനും പാടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൻ്റെ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഹീറ്റിംഗ് കോയിലൊക്കെ ഇരിക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഇത്രയും ഭാഗത്ത് ഫുള്ള് വെള്ളം വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗത്തെ കോയിൽ ചൂടാവും. അപ്പോൾ അത്രയധികം ആവി വരും. ചിലവരൊക്കെ പറയും നമുക്കിതിൽ വരുമ്പോൾ സ്റ്റീം കുറവാണ്, സ്റ്റീമില്ല, ആവി വരുന്നില്ല എന്നൊക്കെയുള്ള കംപ്ലയിൻറ്റ്സ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇത്രയ്ക്ക് വെള്ളമായിരിക്കും എടുക്കുന്നത്. അപ്പം കോയിൽ ഇത്ര ഭാഗത്തെ കോയിൽ ചൂടാവുള്ളൂ, ഇത്ര ഭാഗത്തെ കോയിൽ ചൂടാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഫുൾ കോയിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഭാഗത്തുനിന്ന് ആവി വരും, അത്രയും ഭാഗത്തുനിന്ന് സ്റ്റീം പുറത്തേക്ക് തള്ളിവിടും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഇത്രയും തന്നെ വെള്ളം എടുക്കണം എന്ന് പറയുന്നത്. ഇത്ര വെള്ളം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ ആവി വരും. ഫ്രഷ് വാട്ടർ ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ആവി കിട്ടും. അത് കുറയും തോറും ഇപ്പോൾ വെള്ളം നമ്മൾ നോക്കാതെ എടുക്കുക, ആവി പിടിക്കുക, വീണ്ടും അവിടെ വെക്കുക, പിന്നെയും വീണ്ടും അങ്ങനെ വെള്ളം കുറഞ്ഞ് ഇത്രക്കൊക്കെ ആയി കഴിഞ്ഞാൽ ആവി ഉണ്ടാവില്ല, തീരെ സ്റ്റീം ഇല്ലാത്തൊരവസ്ഥയും വരും. അപ്പോൾ അത് കാരണം കൊണ്ട് പരമാവധി നമ്മൾ പുതിയ വെള്ളം എടുക്കുക, വെള്ളം ഇത്രത്തോളം വെള്ളം എടുത്ത് സ്റ്റീമിന് യൂസ് ചെയ്യുക. ഒരിക്കൽ ഒരാൾ ഉപയോഗിച്ച വെള്ളം വീണ്ടും വേറൊരാൾക്കോ അല്ലെങ്കിൽ പിന്നത്തെ ഒരു അവസരത്തിലോ നമ്മൾ ഉപയോഗിക്കാൻ എടുക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ് ഇതിനെ നമ്മളൊരു മെഡിക്കൽ ഡിവൈസായിട്ട് തന്നെ കണക്കാക്കിയിട്ട് അതിനെ ക്ലീൻ ചെയ്ത് പൊടി അതുപോലെയുള്ള ഫംഗസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാത്ത സ്ഥലത്ത് ക്ലീൻ ആക്കിയിട്ട് പറ്റാവുന്ന ഒരു കവറിലാക്കി പൊതിഞ്ഞ് സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ നമ്മൾ ചില വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇത് അടുക്കളയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കും. അതിൻ്റെ അകത്ത് പല്ലി, പാറ്റ, സകല ജന്തുക്കളും ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടായിരിക്കും കിടക്കുന്നത്. അത് കഴിഞ്ഞ് ജലദോഷം വരുമ്പോൾ ഈ സാധനം എടുത്ത് ഇതിൻ്റെ അടിഭാഗം മാത്രം വെള്ളം കുറച്ച് മാറ്റി വെച്ച് വീണ്ടും ഇൻഹെയിൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ അംശങ്ങൾ ഈ സ്റ്റീം ഇതങ്ങ് ചൂടാവുമ്പോൾ ഇതിൻ്റെയൊക്കെ ഹീറ്റിൽ ഈ പറയുന്ന വസ്തുക്കളുടെയൊക്കെ അവശിഷ്ടങ്ങൾ നമ്മുടെ മൂക്കിലേക്ക് കയറിപ്പോവും. ഓക്കെ, അപ്പോൾ അത് ഒരു ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്റ്റീം എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടത് ഈ ഒരു ഡിവൈസിനെ സൂക്ഷിച്ച് ക്ലീനാക്കി വൃത്തിയാക്കി വെക്കുക. ആ വെച്ച സാധനം എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം നിറയ്ക്കുന്നത് കണ്ടെയ്നർ കഴുകി സൂക്ഷിക്കുക. അതിൽ വെള്ളം നിറയ്ക്കേണ്ടത് ഇത്രത്തോളം വെള്ളം നിറയ്ക്കുക. അത് കഴിഞ്ഞ് ഉപയോഗശേഷം കഴുകി ക്ലീനാക്കി വീണ്ടും നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ മലിനജലം അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യാത്ത വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറാത്ത വെള്ളം ഒരിക്കലും നമ്മളിതിൽ ഉപയോഗിക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റീം ഇൻഹെയിലർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോഴത്തെ ഒരു രോഗാവസ്ഥകളിൽ ഇങ്ങനത്തെ മസ്തിഷ്കജ്വരം പോലെയൊക്കെയുള്ള അസുഖങ്ങൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു കാര്യത്തിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ഇത് എല്ലാ വീടുകളിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിന് അത്രയും ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറ്റാവുന്നവർ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലർക്കും ഇതൊന്നും അറിയില്ല. നമ്മൾ ഉപയോഗിക്കുന്നു, ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടിടുന്നു, വീണ്ടും എടുക്കുന്നു, ഉപയോഗിക്കുന്നു, ഏതെങ്കിലും വെള്ളം നിറയ്ക്കുന്നു, ചിലപ്പോൾ വെള്ളം കുറച്ച് നിറയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും അറിയാത്തത് കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പുണ്യപ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്കും കൂടി അറിയാമല്ലോ. അപ്പോൾ അതൊന്ന് എല്ലാവർക്കും ഒന്ന് എത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.